സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിലെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണോ കാണിക്കാൻ പോകുന്നത്. നമുക്കിന്ന് ഒരു മൈദയുടെ ദോശയും ഒരു മുട്ടക്കറിയും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന റെസിപ്പീസ് 2-3 എണ്ണം നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആ രീതിയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്, വേറൊരു രീതിയിലാണ് ഇന്ന് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ കുറേ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ ഗോതമ്പ് ദോശയാണെങ്കിലും മൈദ ദോശയൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് ഇങ്ങനെ പരത്തി ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റണില്ല എന്ന്, കറക്റ്റ് റൗണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റണില്ല എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് പറ്റും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴത്തേനും കുറേ ആൾക്കാർക്കൊക്കെ അത് ശരിയായി എന്നൊക്കെ അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ഇപ്പം ഞാൻ കാണിക്കുമല്ലോ മൈദ ദോശ എങ്ങനെയാണ് അത് മിക്സിങ്, അതായത് അതിന് മിക്സിങ് ഒന്നും വലിയ കാര്യമായിട്ടില്ല, പക്ഷെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട് വരുവാണെങ്കിൽ നമുക്ക് നല്ല തിന്നായിട്ട് ദോശ പരത്തിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മൈദ ദോശയും ഈ മുട്ടക്കറിയും എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് കാണാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്താനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓൾ ഓപ്ഷൻ ഇട്ടാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 5 മുട്ട നമുക്ക് ഒന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കലത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അതിനകത്ത് മുട്ടയിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിനകത്തൊന്നല്ല ഞാൻ മുട്ട പുഴുങ്ങാറ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഈ ഒരു ചരുവത്തിൽ 1/2 കിലോ മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം ഈ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം കറക്റ്റ് പാകത്തിനായിരിക്കണം കേട്ടോ. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ദോശ നന്നായിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പാണ് നോക്കിയത്, അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദോശക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചീനച്ചട്ടിയിലാണ് നമ്മൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാൻ പോണത് കേട്ടോ. പിന്നെ പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ കറണ്ട് പോകുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കറണ്ട് പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോയാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂലല്ലോ, ഇരുട്ടായിരിക്കും. അപ്പോൾ കറണ്ട് പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി ചൂടായപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണക്ക് പകരം നിങ്ങൾക്ക് ഏത് ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 3 വലിയ സവാള ഇതുപോലെ വീതിയിലൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പീസ് സവാള ഞാൻ കട്ട് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. 1 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ആ മുളക് പൊടിയുടെ എല്ലാം കുത്തലും മണം മാറുമ്പോഴത്തേന് അടപ്പ് ഓഫാക്കിയേക്കാം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം ഇതെല്ലാം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ദേ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ സവോളയും തക്കാളിയും എല്ലാം വഴറ്റിയെടുത്ത സെയിം ചീനച്ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചാറ് എന്തോരം ആവശ്യമുണ്ടോ അതനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയുമാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ. ഇപ്പോൾ വീണ്ടും നമ്മുടെ അരപ്പൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടും കേട്ടോ ഈ അരപ്പിൽ കിടന്ന്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 15 കാഷ്യൂ നട്ട്സ് നമ്മുടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിനകത്ത് ഇട്ടൊന്ന് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്നും കൂടി നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത മുട്ട 2 കഷ്ണമായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിലുകൊണ്ട് ഇളക്കാനൊന്നും പാടില്ല കേട്ടോ. അതേ ഗ്രേവി എല്ലാം ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ തട്ടി വെച്ചാൽ മതി കേട്ടോ. വീണ്ടും 3 മിനിറ്റും കൂടി നമുക്കിത് അടുപ്പത്ത് കുക്ക് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫാക്കിയേക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൈദ ദോശ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. മൈദ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ദോശക്കല്ലുമേ അപ്ലൈ ചെയ്തത്. ഏത് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ കയ്യിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാവ് കോരിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ മാവ് എടുക്കുമ്പോഴും ഇതുപോലെ ഒന്ന് ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ കയ്യിൽ നിറയെ കോരിയെടുത്ത് നമ്മുടെ കല്ലിൻ്റെ സെൻറ്ററിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ടുള്ള ദോശ പരത്തിയെടുക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഇപ്പോൾ വെന്ത് വന്നപ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ചുടാനായിട്ട് കല്ലുമേൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് നമ്മൾ കല്ലുമേൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇനി എല്ലാം നമ്മൾ അപ്പത്തുമേൽ മാത്രം ഓയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഒന്ന് ചുട്ടെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മുട്ടക്കറിയും നമ്മുടെ മൈദ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ മൈദയുടെ ദോശയും നമ്മുടെ മുട്ടക്കറിയും ഞാനിവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ മൈദയുടെ ദോശയൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ, അതുപോലെ തന്നെ നല്ല തിന്നാണ്. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ. ഒന്നല്ലേ
ഞാൻ ഒരു കാര്യം കറി ഉണ്ടാക്കിയപ്പോൾ പറയാൻ വിട്ടുപോയായിരുന്നേ. ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് പച്ചമല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പച്ചമല്ലി ഇല അധികം ഉണ്ടായിരുന്നില്ല, സ്വല്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് ഞാൻ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തമ്പനയിലിടാൻ ഫോട്ടോ എടുക്കാനായിട്ട് അതിൻ്റെ മുകളിലിട്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.